കർണാടകയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക് ഖർഗെയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. വിവിധ ദളിത് സംഘടനകളും പ്രിയങ്ക് ഖർഗെയുടെ അനുയായികളുമാണ് പ്രതിഷേധിച്ചത്. സജു ചാമക്കാലയിൽ വിവരങ്ങളുമായി. സജു, നേതൃമാറ്റം തുടങ്ങിയ സമയം മുതൽ തന്നെ വിവിധ കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നേതാക്കൾ ഉൾപ്പെടെ അതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എന്താണ് ആവശ്യം? നാടകീയതകൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായി DK ശിവകുമാർ അധികാരം ഏൽക്കാൻ. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊക്കെയും DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെയും ഒരുമിച്ച് ചർച്ചകളൊക്കെയും പുരോഗമിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ ഉപമുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യവുമായി വിവിധ ദളിത് സംഘടനകൾ മൈസൂരിൽ പ്രതിഷേധിച്ചത്. AICC അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ പരിഗണിച്ചാൽ പോരാ, അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ പിന്നാക്ക സംഘടനകളോടൊപ്പം തന്നെ ദളിത് സംഘടനകളും പ്രതിഷേധിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അവ്യക്തതകൾ അവസാന നിമിഷവും തുടരുകയാണ്. പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ നിന്നും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പരമേശ്വരുണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള ആവശ്യം അനുയായികൾ ഉന്നയിക്കുന്നതിലാണ് ഇപ്പോൾ പ്രിയങ്ക് ഖാർഗെയുടെ അനുയായികൾ മൈസൂരിൽ പ്രതിഷേധിച്ചു. പ്രിയങ്ക് ഖർഗെയ്ക്ക് വേണ്ടിയുള്ള മുറവിളിയും കർണാടകയിൽ ഉയരുന്നുണ്ട് എന്നതാണ് സജു ചാമക്കാലയിൽ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.